ഹായ്, പേരെന്താ? എവിടെ സ്ഥലം? എന്ത് ചെയ്യണു? ഐഷ ജബ്. ഞാൻ കൊടുവള്ളി, കോഴിക്കോട്. സൈക്കോളജിസ്റ്റാണ്. ഷൗക്കത്ത്, മലപ്പുറം കോട്ടക്കലിലാണ്. ഞാനൊരു ജോട്ടലൻ പെയിൻറ് ഷോപ്പ് ഉണ്ട് കോട്ടക്കൽ, അതിൽ വർക്ക് ചെയ്യാം. പേര് സീനത്ത്, മലപ്പുറം ജില്ലയിൽ വീട്ടമ്മയാണ്. അമൽ, കോട്ടക്കൽ. ഞാൻ +1 കഴിഞ്ഞു. സ്റ്റെഫൈൻ, ആലപ്പുഴ, അഡ്വക്കേറ്റാണ്. പേര് മുഹമ്മദ് സിറാജ്. ഞാൻ മലപ്പുറം. ഞാൻ പഠിക്കണം, MBBS പഠിക്കണേ. ഇപ്പോൾ ഫൈനൽ ഇയർ കഴിഞ്ഞ്. ഷാഹിന, കോഴിക്കോട്, ഹൗസ് വൈഫ്. ബിലാൽ, കല്ലിങ്ങപ്പുറത്ത്. സ്കൂളിൽ പോയി കണ്ട് പഠിച്ചുകൊണ്ട് പ്രോഗ്രാം ആയിക്കണ്ട് ഡാൻസ് കളിച്ച്. ഇർഷാന, മലപ്പുറം. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. പ്രകാശ്, நான் சென்னை மெடிக்கல் செங்கல்பட்டு மெடிக்கல் காலேஜில் படிக்கிறேன். ஃபைனல் இயர் முடிச்சுட்டு இப்போ இன்டர்ன்ஷிப் பண்ணணும். അസ്മ, കോട്ടക്കൽ, ഹൗസ് വൈഫ്. പേര് ഷാ, കോട്ടക്കലാണ്. മരുന്നിന്റെ ഹോൾസെയിൽസ് ആണ്. റുക്യ, കൊളത്തൂര്. ഒന്നുമില്ല, വീട്ടിൽ ജോലി. എൻ്റെ പേര് ചന്തു. എൻ്റെ സ്ഥലം കൊല്ലം ജില്ല. ഞാൻ MBBS സ്റ്റുഡൻ്റ് ആണ്, ചെങ്കൽപ്പേട്ട് മെഡിക്കൽ കോളേജ്, ചെന്നൈയിൽ. ജുസൈറ, കല്ലിങ്ങൽപ്പറമ്പ്, ഹോം മേക്കർ. മുഹമ്മദ് ഇസ്മായിൽ, ഞാൻ കല്ലിങ്ങൽ പറമ്പ്. ഞാൻ ഇന്റീരിയർ ഡിസൈനറാണ്. ഷജില, കോട്ടക്കൽ, ഫാഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇസ്മ ഖദീജ, കോട്ടക്കൽ. പഠിക്കും, സ്കൂൾ പോകും, ചെയ്യും. സൽവ, ഞാൻ മലപ്പുറം മണ്ടൂര്. ഞാൻ ഫസ്റ്റ് ഇയർ BHMS. ഷംന, വേങ്ങര, ഡിഗ്രി സോഷ്യോളജി ചെയ്യണം. ഇതിനു മുൻപ് എവിടെ യാത്ര ചെയ്ത്? കാശ്മീരിൽ വന്നിട്ട് എവിടെയൊക്കെ കണ്ടു? ലാസ്റ്റ് മക്ക, കാശ്മീർ എല്ലാം കണ്ടു. സൗത്ത് ഇന്ത്യ മൊത്തം എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഹിമാചൽ പ്രദേശിൽ 2012 ഒരു ബൈക്ക് യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം ലേ വരെ പോയി. കാശ്മീരിൽ 5 ദിവസത്തെ പ്ലാൻ ആയിരുന്നു. തുലിപ് ഗാർഡൻ, ദാൽ ലേക്ക്, പിന്നെ ഒരു ദിവസം 2 ഇവിടെ അടുത്ത് തന്നെ ശ്രീനഗറിലുള്ള 2 ഒരു ഫോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ സോൻമർഗ്, ഗുൽമർഗിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. വൈഫിന് ചെറിയ ഫുഡ് പോയ്സൺ കിട്ടി. അതിന് പേരിൽ ഇന്നലെ അങ്ങോട്ട് പോയില്ല, റെസ്റ്റ് എടുത്തു. ഇതിനു മുമ്പ് കുറേയൊക്കെ കേരളത്തിൽ കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ബോംബെ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, പിന്നെ ഫലസ്തീൻ, ജോർദാൻ, ഈജിപ്ത്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, പിന്നെ ഒമാൻ, സൗദിയൊക്കെ. കാശ്മീരിൽ സോനാബാഗ്, ഗുൽബർഗ്, പിന്നെ കുറച്ച് വാലികളൊക്കെ കണ്ടിക്കണ്. ലാസ്റ്റ് പോയത് ടയർ എടുക്കാന് കാശ്മീരിലെ സ്നോ കണ്ടു. എന്നിട്ട് ചായ കുടിച്ച്, എന്നിട്ട് കുറച്ച് അതിന്റെ ലാസ്റ്റ് അങ്ങോട്ട് വരമ്പളില്ല, ലാസ്റ്റ് ഇല്ല, ഭക്ഷണം കഴിച്ചിട്ടാണ് സ്നോന്റെ അവിടെ എത്തിക്കാണ്ട് ചായ കുടിച്ചത്. എന്നിട്ട് കുറച്ചു നേരം കഴിച്ചിട്ടാണ് ചായ കുടിച്ചത്. ലാസ്റ്റ് കർണാടക, ഒരുപാട് സ്ഥലങ്ങൾ പോയി. അങ്ങനെ എടുക്കും പോയിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് ലോങ് ട്രിപ്പ്. കാശ്മീർ പല സ്ഥലത്തും കണ്ടു. லாஸ்ட் டைம் சிக்கிம் போயிட்டுருக்கோம், லாஸ்ட் இயர் போனோம். அதுக்கு முன்னாடி கோவா போயிருக்கோம் ஃப்ரெண்ட்ஸ். இதுக்கு முன்னாடி സോൻമാർഗ് பார்த்துட்டு ഇപ്പോൾ இங்கே വന്നിരിക്കും. ലാസ്റ്റ് ഞാൻ പോയത് ഇലവീഴ പുഞ്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇതിന് മുമ്പത്തെ വീക്കെൻഡ്. കാശ്മീരിൽ സോനമാർഗ്, പെഹൽഗാം, ഇപ്പം ഗുൽമാർഗ്. അതിന് മുന്നേ ഇപ്പോൾ കഴിഞ്ഞ നോമ്പിന് തൊട്ട് മുന്നേ മലേഷ്യ പോയി. നമ്മളെ ജെൻഡി ഹൈലാൻഡൊക്കെ അടിച്ചു. കാശ്മീരിൽ ഇപ്പോൾ ഞങ്ങൾ പെഹൽഗാം പോയി, അതേമാതിരി സോനാമർഗ് പോയി, അതേമാതിരി നമ്മളെ ലേക്ക് തടാകത്തിൻ്റെ അടുത്ത് ശ്രീനഗർ പോയി. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി. ഇതിന് മുമ്പ് മണാലി പോയിട്ടുണ്ട്, ഡൽഹി പോയിട്ടുണ്ട്, മലേഷ്യ പോയിട്ടുണ്ട്. കാശ്മീർ ഇപ്പോൾ ഞങ്ങൾ ഗുൽമാർഗിലാണ് നിൽക്കുന്നത്. ഇതിന് മുമ്പ് സോനാമാർഗ് പോയി. എസ്റ്റേറ്റ് ഞങ്ങൾ സോനാമാർഗിലായിരുന്നു. പിന്നെ തുലിപ് ഗാർഡൻ കണ്ടു. അതുപോലെ മാർക്കറ്റ്, അങ്ങനെ ഒരുപാട് നല്ല പ്ലേസ് കണ്ടു. ലക്ഷദ്വീപ് പോയിട്ടുണ്ട്. ഇവിടെ മഞ്ഞിൽ പോയി. പിന്നെ നമ്മളെ ഇടയ്ക്ക് പോയി
ഇതിനു മുൻപ് ലാസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോണ്ടിച്ചേരി പോയി, ഫാമിലീൻ്റെ കൂടെ മുംബൈ, ഹൈദരാബാദ്, പിന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ ഖത്തർ, മസ്കറ്റ്, പെഹൽഗാം, ഗുൽമർഗ്, സോൻമർഗ്, പിന്നെ ശ്രീനഗർ, ദാലേക്കിൻ്റെ. ഇപ്പോൾ ലാസ്റ്റ് യാത്ര ചെയ്തത് ഞങ്ങൾ തമിഴ്നാട്ടിൽ തന്നെയാണ് പോയിരുന്നത്. പിന്നെ അതിൻ്റെ മുമ്പ് തൊട്ട് മുമ്പ് ബാംഗ്ലൂർ പോയിരുന്നു. തമിഴ്നാട്ടിൽ പുലിക്കാട്ട് ബീച്ച് പറഞ്ഞ ഒരു അത്ര തന്നെ ഫേമസ് ആകാത്തൊരു സ്ഥലമാണ്, പക്ഷേ നല്ല രസമുള്ള സ്ഥലമാണ്. അങ്ങോട്ട് പോയിരുന്നു ഞങ്ങൾ. കശ്മീരിൽ ഇപ്പോൾ ഞങ്ങൾ പെഹൽഗാം കണ്ട്, പെഹൽഗാമിൽ ബൈസറൻ വാലി കണ്ട്, പിന്നെ ഇന്നലെ സോൺമർഗ് പോയിരുന്നു. ഇന്ന് പിന്നെ 3rd ഡേ ആണ്. ഇപ്പോൾ ഗുൽമർഗിൽ ഗൊണ്ടോള ഫേസ് 1. പോയത് എവിടെ വെച്ചാല് അജ്മീർ. കാശ്മീരിൽ വന്നിട്ട് ഇപ്പൊ കുറെ സ്ഥലങ്ങൾ കണ്ടു. അവസാനമായിട്ട് പോയത് ലക്ഷദ്വീപിലേക്കാണ് ഫാമിലിയുമായിട്ട്. പിന്നെ അതിന്റെ തൊട്ട് മുന്നേ ലഡാക്കിൽ പോയിട്ടുണ്ടായിരുന്നു ബൈക്കായിട്ട്. കാശ്മീരിൽ ആസ് യൂഷ്വൽ ശ്രീനഗർ, പെഹൽഗാം, സോൻമാർഗ്, ഗുൽമാർഗ് പോലുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു. കല്യാണത്തിന് ശേഷമാണ് പിന്നെയും പോക്ക് തുടങ്ങിയത്. എന്നാലും ദൂരയാത്ര അത് ആദ്യമായിട്ടാണ്. ഇത്ര ദൂരം തുലിപ് ഗാർഡൻ കണ്ട്. പിന്നെ ലാസ്റ്റ് ഇതിന് മുന്നേ കാശ്മീരിൽ പെഹൽഗാം, ഗുൽമർഗ്, സോനമർഗ്, പിന്നെ ശ്രീനഗർ, ലക്ഷദ്വീപിൽ മഞ്ഞ് കണ്ടു. അതല്ലേ മെയിൻ. അതിനുള്ള സ്ഥലങ്ങൾ ഗുൽമർഗ്, സോൻമർഗ്, പെഹൽഗാം. അവസാനം ഞാൻ വാഗമണ്ണ് പോയിരുന്നു. പിന്നെ ബാംഗ്ലൂർ പോയിരുന്നു. പിന്നെ തമിഴ്നാട്ടിൽ പുലിക്കാട്ട് ബീച്ച് പോയിരുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കടലും കായലും നടുക്ക് ഒരു ഏരിയ ആണ്. അവിടെ ഞങ്ങൾ ടെൻ്റ് അടിച്ചിട്ടു നല്ലോണം സ്വന്തമായിട്ട് പാചകം ചെയ്തു, എല്ലാം ചെയ്തു. ഞങ്ങൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. കാശ്മീർ ഞങ്ങൾ പെഹൽഗാം പോയി, സോനാമാർഗ് പോയി, ഇപ്പോൾ ഗുൽമർഗിൽ നിൽക്കും. ഞാൻ അധികം യാത്ര ചെയ്തിട്ടില്ല. കേരളത്തിൽ ഇങ്ങനെ കുറച്ച് സ്ഥലത്ത്, പിന്നെ അങ്ങനെ ഊട്ടി, ചെറുതായിട്ട് അബുദാബി, ദുബായ് അത്രയും പോയി. കാശ്മീരിൽ ഫസ്റ്റ് ഡേ ദാൽ ലേക്ക് വിസിറ്റ് ചെയ്ത്, പിന്നെ ടുലിപ് ഫെസ്റ്റിവൽ കണ്ട്, പിന്നെ സോനാമാർഗ്, ഗുൽമർഗ്, പെഹൽഗാം. അതിലേത് സ്ഥലം ഏറ്റവും ഇഷ്ടമായത്? എന്താ കാരണം? കണ്ടതിൽ ഇഷ്ടം സ്നോ. ഇന്നലെ അല്ലാത്ത മിനിഞ്ഞാന്ന് പോയ സ്നോ അടിപൊളിയായിരുന്നേ. ഇന്നലെ പോകാൻ പറ്റിയില്ല, എനിക്ക് കുറച്ച് ഫിസിക്കലി സുഖമില്ലായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഞാൻ പിക്ചേഴ്സിലൊക്കെ കാണുന്ന പോലെ ഒരു വ്യൂ ആയിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. ഗുൽമർഗ്, ഗുൽമർഗ് അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്നോ. നമ്മൾ ഇങ്ങോട്ട് വന്നത്, അതായത് ലൈക്ക് കാശ്മീരിലേക്ക് വന്നത് മെയിനായിട്ട് സ്നോ കാണാനാണല്ലോ. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് സ്നോ ഉള്ളത് അവിടെ, ഹോളിവുഡ് മൂവീസിലൊക്കെ ഉള്ള പോലെ. ഗുൽമർഗ് ഇത് ഫുൾ സ്നോ ഫീൽഡാ ഇருக்கு, நல்லா இருக்கு. ഇതാണ് ഏറ്റവും കണ്ടതിൽ ഏറ്റവും നല്ലൊരു ഇഷ്ടമുള്ള സ്ഥലം. ആ ഇതിൽ കയറാൻ പറ്റി, അതിൽ കയറി, അതൊക്കെ ഇപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു കയറലല്ലേ. അതുകൊണ്ട് അതാണ് ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് കാണുന്നത്. എല്ലാ സ്ഥലങ്ങളും ഇഷ്ടമായിട്ടുണ്ട്. പെഹൽഗാമിൽ ഒരു ഗ്രാമത്തിൽ പോയിട്ടുണ്ടായിരുന്നു, അത് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. നിലവിലുള്ള ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ തപ്പിപ്പോയതായിരുന്നു, പക്ഷെ അത് അടിപൊളിയായിരുന്നു ആ ഒരു സ്ഥലം. ഗുൽമർഗിലെ സ്നോഫാൾ അത് ഫസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും അതൊരു എന്താ പറയുക, ഒരു നഷ്ടമായിരിക്കും വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. ഇത് പെഹൽഗാമിലെ ബൈസറൻ വാലി, കാരണം അവിടെ ഒരു അഡ്വഞ്ചർ ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പെഹൽഗാമാണ് ഏറ്റവും ഇഷ്ടമായത്. അവിടെ നല്ല സ്നോ ആയിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. സോൻമാർഗ് തന്നെ, കാരണം മക്കൾ സ്നോ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോൻമാർഗാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഈ സ്ഥലം എനിക്ക് ഏറ്റവും ഇഷ്ടമായി. താഴ്വരകൾ ഇഷ്ടമായി. എല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, മഞ്ഞ് മൂടി കിടക്കുന്നു, പൈൻ മരങ്ങൾ ഒക്കെ വളരെ ഭംഗിയുണ്ട്. തീർച്ചയായിട്ടും പെഹൽഗാമിലെ ഹോഴ്സ് റൈഡ് ആയിരുന്നു, ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡായിരുന്നു. അവസാനം അവിടെ പോയി ബൈസറൻ വാലി പോയിട്ട് സിപ്പ് ലൈൻ അതെല്ലാം എൻജോയ് ചെയ്ത് നല്ലതായിട്ട്. ഏറ്റവും കൂടുതൽ മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അവിടുത്തെ പൂക്കൾ അത് വർഷത്തിലൊരിക്കലേ ഉണ്ടാവുള്ളൂ. അതിപ്പോൾ വന്നെങ്കിലേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഏറ്റവും നല്ല സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ആളുകൾ നല്ല സ്വഭാവക്കാരാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പൊ ഞാൻ കണ്ടതിൽ വെച്ച് എന്ത് പ്രശ്നമാണെങ്കിലും അവർ വേഗം സോൾവ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും, നമ്മുടെ നാട്ടിൽ കാട്ടിലും. ഏറ്റവും ഇഷ്ടമായത് കുതിര. ഗുണ്ടല എന്താ ചോദിച്ചാൽ നല്ല സ്ഥലങ്ങൾ, നല്ല വൈബാണ്, നമ്മൾ എൻജോയ് ചെയ്യാനുള്ള സ്ഥലമാണ്. പെഹൽഗാം പറഞ്ഞാൽ ഒന്ന് തണുപ്പുണ്ട്, പിന്നെ നമ്മളെ ക്ലൈമറ്റുമായി ചേർന്ന് നിൽക്കുന്ന നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ്. വണ്ടികൾ, ബസ്സുകൾ, അതൊക്കെ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഗുൽമാർഗ് ഇഷ്ടപ്പെട്ടു, സോനമാർഗ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ 3 വാലീസ് കാണാൻ പോയിരുന്നു. അതിൽ ആ വാലീസിലെ സൈറ്റ് സീയിങ് ഒക്കെ ഒരുപാട് ഇഷ്ടമായി. അവിടെ കാശ്മീരിൻ്റെ
ആ പ്രകൃതി സൗന്ദര്യം മുഴുവനായി ആസ്വദിക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നു. ഗുൽബർഗ് നല്ല മഞ്ഞും നല്ല ഉണ്ടായിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇന്നലെ കണ്ട സോനമാർഗ് ആണെങ്കിലും മഞ്ഞ് മൂടിയ ഒരു സ്ഥലമാണ്. ഇതും ഗുൽമർഗ് അതുപോലെ തന്നെ മഞ്ഞ് മൂടിയ, അതിനൊരു വേറൊരു പ്രത്യേകതയാണ്. അതേസമയം അതിന് മുമ്പ് കണ്ട പെഹൽഗാം ഇതുപോലെ മഞ്ഞല്ല, അതിന് വേറൊരു ഭംഗിയാണ്. മലയും കുതിരപ്പുറത്ത് പോകുന്നതും. തിരിച്ചു പോയാൽ ഓർക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? കാശ്മീർ യാത്ര ചെയ്യാത്ത ഒരാളോട് ഈ യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കാശ്മീർ ഒരു സ്വർഗമാണെന്ന് പറയാം. ഇന്ത്യയിൽ നിന്ന് നമുക്ക് എത്ര എളുപ്പം പോകാൻ പറ്റുന്ന സ്ഥലം, വിദേശങ്ങളിലൊന്നും പോവാതെ ലണ്ടനിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലെ ഐസ് ഉള്ള ഭാഗങ്ങളിൽ പോവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പകരം കാശ്മീരിൽ വന്നാൽ മതി. കാശ്മീരിൽ തീർച്ചയായും പോകാൻ പറ്റുന്ന സ്ഥലമാണ്, നമുക്ക് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാശ്മീർ വന്ന് കാണണമെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഭൂമി ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്താ പറയുക, ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വന്നിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ്. എന്താ ഇവിടെ നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് യാത്രയിലുണ്ടായ. അത് പറയാത്തിരി ബുദ്ധിമുട്ടാ. കാശ്മീർ ആൾക്കാരുടെ ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ. നമ്മളെ ഒന്ന് സ്ഥലമാണെങ്കിൽ രണ്ടാമത് ഒരു ക്യാരക്ടറാണ്. കാരണം ഒരു നമ്മൾ മലപ്പുറം സ്റ്റൈൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലാണ് നമുക്കിവിടെ കാശ്മീരിൽ ഫീൽ ചെയ്യാൻ കഴിയുന്നത്. കാരണം അത്രയും ആൾക്കാർ ഒന്നുകൂടിയും കമ്മ്യൂണിക്കേഷൻ ഈസിയാണ്, ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഏറ്റവും ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാനും. പിന്നെ അവരെ പുഞ്ചിരനെ കാണുമ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾക്ക് പെഹൽഗാം പോയപ്പോൾ ഡ്രൈവറൊക്കെ നല്ല ക്യാരക്ടർ, ഒരുപാട് ടൈം എടുത്താലും അവർ നമ്മളോട് ഹീറ്റ് ആവുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒന്നുമില്ല. അപ്പോഴും അവർ എത്ര ലേറ്റ് ആയാലും സിമ്പിളായിട്ട് ചിരിച്ച് പുഞ്ചിരിയായിട്ട് നേരിട്ടാണ്. ജസ്റ്റ് കം ആൻഡ് വെയിറ്റ് ആൻഡ് സീ, ദാറ്റ്സ് അമേസിങ് ആൻഡ് ഫാബുലസ് പ്ലേസ് ഇൻ ഇന്ത്യ. എനിക്ക് ഇതിലും നല്ല പ്രകൃതി സൗന്ദര്യം ആണ് എൻ്റെ മനസ്സിൽ ഓടി വരുന്നത്. കാശ്മീരിൻ്റെ അത്ര പ്രകൃതി സൗന്ദര്യം വേറെ ഒരു സ്ഥലത്ത് ഇന്ത്യയിൽ എവിടെ ഞാൻ കണ്ടിട്ടില്ല. കാശ്മീർ ഇന്ത്യയുടെ ഒരു പ്രകൃതി സൗന്ദര്യമാണ്. പിന്നെന്താ, ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസാണ് കാശ്മീർ. തീർച്ചയായും കാണണം. നമ്മളുടെ ഒരു ഏറ്റവും വേർത്തായ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസാണ് നമ്മൾ. ഒരു ലോകത്തിന് മുമ്പിൽ തന്നെ നമുക്ക് പറയാം കാശ്മീരിനെ കുറിച്ച്. സുന്ദരമായ പ്രകൃതി സൗന്ദര്യമായ രമണീയമായ ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും കാണണം. ഏത് സമയത്ത് വന്നാലും കാശ്മീർ വലിയ ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്ത് ആണോ പറ്റുന്നത് ആ സമയത്ത് വന്ന് കാണും. കാശ്മീർക്ക് വന്നോട് അപ്പോൾ ഇവിടെ സ്നോ ഉണ്ടാവും. അപ്പോൾ തന്നെ ഞാൻ എല്ലാ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവും. എന്നിട്ടില്ല എന്റെ ഫോട്ടോ കാര്യങ്ങള് இந்த வீட்டு வந்தாண்டு ചോദിച്ചാൽ மதி. இப்போது நாங்கள் ஒரு 28 மெம்பர்ஸ் வந்திருக்கோம் சார். இப்போ வந்து இதுக்கப்புறம் 28 மெம்பர்ஸ் எப்பவும் வர முடியாது லைஃப்பில், என்னோடய லைஃப்பில். ஏன்னா இந்த இன்டர்ன்ஷிப் போகும்போது எல்லாம் ஸ்ப்ளிட் ஆகிடுவோம். மினிமம் மேக்ஸிமம் 4 மெம்பர்ஸ் 5 மெம்பர்ஸ் தான் வர முடியும். எப்போ போனாலும் டூர் 30 மெம்பர்ஸ்க்கு வாய்ப்பே கிடையாது லைஃப்பில். இதுக்கப்புறம் இதுதான் லாஸ்ட் ட்ரிப் வித் பேட்ச் ட்ரிப். அது ஒரு ஸ்பெஷல். காஷ்மீர் கொஞ்சம் ட்ராவல் அதிகம், ஏன்னா டிஸ்டன்ஸ் வேறு பிளேஸில் இருக்குது. ஆனால் ஒர்த்து தான். நீங்கள் ஃபுல்லாக சுற்றி பார்க்கும்போது ஒரு பிளேஸ்க்கும் யூனிக்காக இருக்கும். நிறைய ஸ்கேமர் பீப்புள் இருக்காங்க. வந்த உடனே அவங்க கிட்ட ஏமாந்துடாதீங்க. உங்கள் ஃப்ரெண்ட்ஸ் ரிலேட்டிவ்ஸ் கிட்ட മുന്നാടി പോയിരുന്നാங்கன்னா അവங்கள்ட்ட ഐഡിയ കേട്ട് വാങ്ങ. ഈ മഞ്ഞിൽ കളിച്ചതൊക്കെ തന്നെ എന്താ അതിലുള്ള വൈബ് ഒക്കെ നമ്മൾ റൈഡ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. നല്ല വൈബാണ്. നല്ല വൈബാണ്. വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന ആ ഒരു മൊമെൻ്റ് തന്നെ ആയിരിക്കും. ഞങ്ങൾ കുറച്ച് 28 പേരായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു മൊമെൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഒരു മൊമെൻ്റ് ഇനി കിട്ടുള്ളൂ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഹെവനിന് അടുത്ത് പറഞ്ഞത്, പക്ഷേ കുറച്ച് തണുപ്പ് കൂടുതലായിപ്പോയി ഇവിടെ. നമ്മൾ വിചാരിച്ചില്ലാതെ തണുപ്പ് കൂടിപ്പോയി. എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട സ്ഥലമാണെന്ന് പറയും. എങ്ങനെയാലും ജീവിതത്തിൽ ഒരിക്കലും വന്ന് കാണേണ്ട സ്ഥലമാണെന്ന് പറയും. എന്തായാലും ഈ യാത്ര തന്നെയായിരിക്കും മഞ്ഞും ഇത്ര ഭംഗിയുള്ള സീനറീസും ഒക്കെ തന്നെയായിരിക്കും. ഏറ്റവും ചുരുക്കമായി കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ കാണണം. കാരണം നമ്മൾ സാധാരണ ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്നതിൻ്റെ ഒരു ബിഗർ വേർഷനാണ്. കുറേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാശ്മീർ. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കാണണം. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം.
ഒരേ സമയം പൂക്കളും അതിൻ്റെ ഒരു ഡ്രൈ ലാൻഡും അതേസമയം ഒരു സ്നോയും എല്ലാം നമുക്ക് ഈ ഒരു ടൈമിൽ വന്നപ്പോഴത്തേക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പറ്റും. കശ്മീരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്കത് മനസ്സിലാവും. മിലിറ്റൻസ് ആണെങ്കിലും അവരുടെ ഒരു മൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇവിടുത്തെ ലോക്കൽസ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അവരായിട്ട് ലോക്കൽസിനായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഹാപ്പിയാണ്, മുമ്പത്തേക്കാളും കുറെ കൂടി ഉഷാറാണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കാശ്മീരിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്തായാലും വന്നിരിക്കണം എന്നുള്ളതാണ്. വൺസ് ഇൻ എ ലൈഫ് വന്നിരിക്കണം. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നോളൂ. ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മളാണെങ്കിലും ആരാണെങ്കിലും ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വന്നോളൂ. കാരണം അത്രയും ഉണ്ടല്ലോ അവിടുത്തെ ഒരു കാലാവസ്ഥയാണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും എല്ലാം. ഏറ്റവും നല്ലൊരു യാത്ര ആയിരുന്നു. വളരെ സന്തോഷമായി ഈ യാത്രയിൽ. ആര് വരാത്തവരുണ്ടെങ്കിലും അവരോട് എത്രയും പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കശ്മീർ കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്വർഗത്തിലൊക്കെ പോയ ആ ഒരു വൈബാണ്. കാരണം അത്രക്കും നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണാനുള്ളത്. സ്നോ നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണ്. നല്ല മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. ഗോഡ്സ് ഗിഫ്റ്റ് എന്താ പറയുക, കാണുന്ന ഓരോ സ്ഥലം എക്സൈറ്റ്മെന്റ് ആണ്. മസ്റ്റ് വിസിറ്റ്, വേറെ ഒന്നും പറയല്ല. ബ്യൂട്ടി ഓഫ് നേച്ചർ കാണേണ്ട ഒരു സ്ഥലമാണ്. ഒരിക്കലെങ്കിലും വന്നിട്ട് അടിപൊളിയാണ്. അത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും അതൊരു എന്താ പറയുക, ഒരു നഷ്ടമായിരിക്കും വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. അതെ, തീർച്ചയായിട്ടും വരണം, കാണണം, ഇത് ഫീൽ ചെയ്യണം. അത് വാക്കുകളിൽ കൂടെ പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സ്ഥലമാണ് കാശ്മീർ. ഭൂമിയിലെ സ്വർഗമായി വിശേഷിപ്പിക്കാം. കാശ്മീർ എന്തായാലും പോയി കാണണം. നമ്മളെ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് നമുക്ക് കാണാം. മനസ്സിലിപ്പോൾ ഇനി എന്തെങ്കിലും മോഹങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടോ? അടുത്തതായിട്ട് എവിടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഈ ലോകം മൊത്തം ചുറ്റണം. അതന്നെ ആഗ്രഹം. സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല, എല്ലായിടത്തും പോകണം. എനിക്ക് എൻ്റെ ഏറ്റവും ഡ്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർസലോണയിൽ പോയി ക്യാമ്പിനൊരു മാച്ച് കാണാന്നുള്ളതാണ്. ഒരു ഫുട്ബോൾ മാച്ച് കാണാന്നുള്ളതാണ്. എന്താ ചോദിച്ചാൽ പലയിടത്തും പോകണമെന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ കുടുംബവുമൊത്ത് ഒരു യൂറോപ്പിലേക്കുള്ള ഒരു ട്രിപ്പ് മനസ്സിലുണ്ട്. തീരുമാനമൊന്നും ആയിട്ടില്ല, ഫണ്ടൊന്നും ആയിട്ടില്ല. ഇൻഷാ അല്ലാ സെറ്റ് ആവുമെന്ന് വിചാരിക്കണേ. ധാരാളം യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു തുടക്കമായി മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് സോളോ തനിയെ വരുന്നത്. ഇനിയും ഒത്തിരിയധികം യാത്രകൾ ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരറ്റത്തേക്ക് വന്നു. ഇതിൻ്റെ മറ്റേ അറ്റത്ത് ഇപ്പോൾ ഇത്രയും ധനുഷ്കോടി ഒന്ന് പോകണമെന്നുണ്ട്. പിന്നെ വേറെ വേറെ രാജ്യങ്ങളിലും എല്ലായിടത്തും പോകണമെന്നുണ്ട്. വലിയ ഡ്രീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കരിയർ നല്ലോണം പോകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. യാത്രകൾ പറ്റുവാണെങ്കിൽ നടക്കുന്ന പോലെയുള്ള, അല്ലാതെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച്. നമുക്ക് ചരിത്രയാത്ര പോകണ്ട്. അയ്യോ, എനിക്ക് ഈ ലോകം മൊത്തം കറങ്ങണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. പല രാജ്യങ്ങളിൽ പോകണം, ലോകത്തുള്ള പലതും കാണണം. ഇറ്റലി, തുർക്കി, സ്വിറ്റ്സർലാൻഡ് ഒക്കെ എനിക്ക് വലിയ ആഗ്രഹം. പ്ലേസ് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിലിൻ്റെ ഒന്നാമത്തെ അഥവാ ഞാൻ ഇതിന് മുന്നേ ഇവിടെ നമ്മളെ രാജസ്ഥാനാണ് പോയത്. രണ്ടാമത്തെ ഡ്രീമായിരുന്നു കാശ്മീർ. ഇനി അടുത്തത് ലക്ഷദ്വീപാണ്. ഇന്ത്യയിലല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ പോലും അതിനോട് തൊട്ട് കിടക്കുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും വരുന്നില്ല. ഇതുപോലെ നമുക്ക് പോകാൻ സൗകര്യമുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ കാണാൻ ആഗ്രഹമാണെന്ന് മാത്രം. ഇന്റർനാഷണൽ ട്രിപ്പ് നെക്സ്റ്റ്, എനി ഇന്റർനാഷണൽ ട്രിപ്പ്. ഇനി ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണണം എന്നുള്ള ആഗ്രഹമാണ്. ഇതേപോലെ ഇനിയും എവിടെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് പോവാനും കാണാനും നമുക്ക് യാത്ര ചെയ്യാനും എല്ലാവരും ഏറ്റവും കൂടുതൽ നമുക്ക് അള്ളാ അതിനുള്ളൊരു തൗഫീക്ക് തരട്ടെ. ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ യാത്ര ഒരുപാട് ഇഷ്ടമാണ്. ഇനിയും സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. പറ്റുമെങ്കിൽ ഇനിയും കാശ്മീർ വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാ ഇന്ത്യനാണ് ഇനി എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. നോർത്ത് ഈസ്റ്റ് പോകണം എന്നുള്ളതാണ് അടുത്ത പ്ലാൻ. തുർക്കി പോകണമെന്നുണ്ട്. അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഹജ്ജാണ്. ലേഡീസ് ഓൺലി ട്രിപ്പിലാണ് നിങ്ങൾക്ക് താല്പര്യം പോകാനായിട്ട്. അപ്പോൾ ആ ലേഡീസ് ഓൺലി ട്രിപ്പിൽ എവിടേക്കാണോ പോകാൻ പറ്റുന്നത് അവിടെയൊക്കെ പോകണം ഇൻഷാ അല്ലാ.